എല്ലാവർക്കും നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ശ്രീകാന്ത് സാറ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഓർമ്മയുടെ ഞരമ്പ് എന്ന കെ ആർ മീരയുടെ കഥ പഠിച്ചു. അതിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? പഠന പ്രവർത്തനങ്ങൾ ഒന്നെണ്ണം നമ്മൾ ചർച്ച ചെയ്തു. കഥയ്ക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തലക്കെട്ട് വന്നത് അല്ലെ? തലക്കെട്ടിന് ശീർഷകം എന്ന് പറയും കേട്ടോ. അപ്പോൾ തലക്കെട്ടിൻ്റെ ഔചിത്യ ഭംഗി നോക്കുക. ഔചിത്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ തലക്കെട്ട് വന്നത് എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്തിനാണ് വന്നത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എപ്പോഴും എഴുത്തുകാരിയുടെ പേര്, കഥയുടെ പേര്, കഥ എന്താണ്, കഥാപാത്രങ്ങൾ എന്താണ്, ഇത്രയും അറിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും നല്ല രീതിയിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ വെട്ടിയും തിരുത്തിയും ഒന്നും എഴുതാതെ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ ലാംഗ്വേജിൽ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചു പോവുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് രണ്ടാമത്തെ ചോദ്യത്തിലായിരുന്നു അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ധ്വന്യാത്മകമായി കഥ പറയുന്നതാണ് ഓർമ്മയുടെ ഞരമ്പിനെ മികച്ച കഥയാക്കുന്നത് അല്ലേ? ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ നേരിട്ട് പറയുന്നില്ല അല്ലേ? ഒരു വൃദ്ധയുടെ അനുഭവത്തിലൂടെ അവരുടെ കൊച്ചുമകളിലൂടെ വർത്തമാനം പറയുന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ ആ വൃദ്ധ പറയുന്ന കാര്യങ്ങൾ എന്താ? തനിക്ക് കവിത എഴുതുമായിരുന്നു, കഥ എഴുതുമായിരുന്നു, പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കഥ എഴുതുന്നതൊക്കെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു, ഭർത്താവിനും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പേര് മാറ്റി വെച്ച് അല്ലെ മറച്ച് വെച്ച് കഥകളൊക്കെ എഴുതി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ ആളുകൾ തിരഞ്ഞു വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു താനല്ല, ഭർത്താവാണ് കഥ എഴുതിയെന്ന് പറയുക. അപ്പം അങ്ങനെ തൻ്റെ അവകാശം പോലും തട്ടിയെടുക്കുന്ന, തൻ്റെ കഴിവ് പോലും മറ്റൊരാൾ സ്വന്തമാക്കുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം മാറി മറിയുന്നു. അപ്പം അങ്ങനെ അവരുടെ ജീവിതത്തിൽ നിന്ന് താനും പഠിച്ച് വന്ന ഒരു വ്യക്തിയാണ്, ഒരു പഠിപ്പുള്ളവളാണ്, പക്ഷേ തനിക്ക് ഈ അനുഭവമാണ് ഉണ്ടാകാൻ പോകുന്നുള്ളൊരു തിരിച്ചറിവ് ഈ കൊച്ചുമകൾക്കുണ്ടാകുകയാണ്. അപ്പോൾ വൃദ്ധ പറയുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്ന് കൊച്ചുമകൾ സ്വയം മാറാൻ തയ്യാറാകും. ഇങ്ങനെ മാറാൻ തയ്യാറാകുന്ന അതുകൊണ്ടാണ് ധ്വന്യാത്മകമായ നേരിട്ട് പറയുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു, പക്ഷേ പറയുന്ന കാര്യം സ്ത്രീ സ്വാതന്ത്ര്യമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഉദാഹരണങ്ങൾ അല്ലേ, വളരെ ഏറെ ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കഥയിൽ പ്രത്യക്ഷപ്പെടുന്ന വസ്തുക്കളും പേരുകളും പോലും ഒരുപാട് ധ്വനി സാധ്യത ഉള്ളവയാണ്. തലപ്പൊക്കത്തോടെയുള്ള പുരുഷന്റെ ഫോട്ടോ, രാമൻകുട്ടി എന്ന പേര്, ശ്രീരാമ വിജയം, ദുർമരണം എന്നീ വാക്കുകൾ ഇവയെല്ലാം ധ്വനിസാന്ദ്രമാണ്. ഈ കഥയുടെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ധ്വന്യാത്മകമായ ആഖ്യാനമാണ്. നേരിട്ട് കഥ പറയാതെ പറയുന്നു. അപ്പോൾ തന്നെ ഫോട്ടോ, രാമൻകുട്ടി എന്ന പേര് അല്ലേ, പുരുഷൻ. അപ്പോൾ പുരുഷാധിപത്യത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ത്രീയുടെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? ശ്രീരാമജയം അല്ലേ, ശ്രീരാമൻ അല്ലേ, പുരുഷ മേധാവിത്വത്തിൻ്റെ അല്ലേ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലേ ശ്രീരാമജയം. അപ്പോൾ നമുക്കിവിടെ ഒന്നും സ്ത്രീ സ്വാതന്ത്ര്യം ഒന്നും വരുന്നില്ല. ദുർമരണം സ്ത്രീയുടെ ഒരു ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, സ്വന്തം താല്പര്യങ്ങളൊക്കെ ബലികടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് ആര്? സ്ത്രീ. അപ്പോൾ ആ സ്ത്രീയുടെ ആ ഒരു ദുഃഖം, അവരുടെ ആശകളും സ്വപ്നങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്നു, അവൾക്കൊന്നും ആകാൻ പറ്റുന്നില്ല. അങ്ങനെ അടച്ചുപൂട്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ ദുഃഖം അല്ലെങ്കിൽ വീർപ്പുമുട്ടലാണ് നമുക്കിതിലൂടെ നേരിട്ട് പറയാതെ ധ്വന്യാത്മകമായിട്ട് കെ ആർ മീര അവതരിപ്പിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ, ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയുടെ ആഖ്യാന സവിശേഷത വിലയിരുത്തുക അല്ലെ? ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയുടെ ആഖ്യാന സവിശേഷത, അതെങ്ങനെയാണ് ആ കഥ പറഞ്ഞു വെച്ചിരിക്കുന്നത്? വായിക്കുമ്പോൾ ആ കഥയിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ആ കഥ എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? അതാണ് ആഖ്യാന സവിശേഷത. അതായത് ഒരു എഴുത്തുകാരി കെ ആർ മീരയുടെ ആ രചനാരീതി എന്താണ്? ആഖ്യാനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കഥ പറഞ്ഞിരിക്കുന്നത്, കഥ അവതരിപ്പിച്ചിരിക്കുന്ന രീതി എന്താണ്? അതാണ് ആഖ്യാനം, പറയുന്ന രീതി കേട്ടോ. ആ കഥ പറച്ചിൽ രീതിക്കാണ് നമ്മൾ ആഖ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മയുടെ ഞരം എന്ന കഥയുടെ ആഖ്യാന സവിശേഷതകളെ വിലയിരുത്താനാണ്. അപ്പോൾ നമുക്കറിയാം, സമകാലിക മലയാള സാഹിത്യത്തിലെ ഏറ്റവും സജീവ മേഖല കഥയുടേതാണ് അല്ലെ? കൂടുതലും കഥ വായിക്കുന്നവരാണ്. കവിതയേക്കാൾ കൂടുതൽ കഥ വായിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും അല്ലെ? മലയാളികൾ പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ വിഷയം, ഭാഷ, എഴുത്തിൻ്റെ രീതി, ആഖ്യാനം എന്ന് പറഞ്ഞ എഴുത്തിൻ്റെ രീതി, ഇവയിലെല്ലാം സർഗാത്മകമായ പരീക്ഷണങ്ങൾ കഥകളിൽ ഉണ്ടാകുന്നു. കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയും ആഖ്യാനപരമായ വ്യത്യസ്തത പുലർത്തുന്നു അല്ലെ? സാധാരണ ഒരു കഥ പറയുന്ന രീതിയിലല്ല, ഒരു പുതിയ കഥ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമാണ്, പക്ഷെ അത് നേരിട്ടങ്ങ് പറയുകയല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നേരിട്ട് പറയാതെ കഥ പറയുന്ന ഒരു രീതിയാണ്. കഥാപാത്രങ്ങളിലൂടെ കഥ പറയുന്ന ഒരു രീതിയാണ് കെ ആർ മീര ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മുഖ്യ കഥാപാത്രമായ വൃദ്ധയുടെ ഇടറിയ ഓർമ്മകളുടെ ശിഥില ഘടനയാണ് കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ മുഖ്യ കഥാപാത്രം? ആരാണെന്നാ പറഞ്ഞേ? വൃദ്ധയാണ് അല്ലേ? അപ്പോൾ വൃദ്ധയുടെ
ഇടറി അവർക്ക് കുറച്ച് ഓർമ്മകളുണ്ട്, അവർക്ക് പ്രായമായി, അവരുടെ ഓർമ്മകൾ മങ്ങി തുടങ്ങിയിരിക്കുന്നു. പക്ഷെ അവസാന സമയത്തും തനിക്കുണ്ടായിരുന്ന കഴിവുകളെക്കുറിച്ചും ഒക്കെ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഓർമ്മകളിൽ അവർ എഴുതുമായിരുന്നു, അവർ ബുക്കുകൾ തിരയുന്നുണ്ട് അല്ലേ. താൻ എഴുതിയ കഥ ബുക്ക് എവിടെയോ മച്ചിൻ്റെ കോണിലിട്ടിരിക്കുക. എന്നാ ഭർത്താവിന് ഇഷ്ടമല്ല, ഭർത്താവിന് അമ്മയ്ക്ക് വീട്ടുകാർക്കൊന്നും കഥ എഴുതുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അതൊക്കെ എവിടെയൊക്കെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ മുഖ്യ കഥാപാത്രമായ വൃദ്ധയുടെ ഇടറിയ ഓർമ്മകളുടെ ശിഥില ഘടനയാണ് കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ചിതറിയ ഓർമ്മകൾക്കുള്ളിൽ കുടുംബ വ്യവസ്ഥയിൽ തളയ്ക്കപ്പെട്ടു പോയ പെണ്ണിന്റെ ജീവിതം സമഗ്രതയോടെ പറയുന്നു. ശിഥില ഘടനയ്ക്കുള്ളിൽ സൂക്ഷ്മതയോടെ പാലിക്കുന്ന അടുക്കും ചിട്ടയും കണ്ടെത്താനാവും. കഥാപാത്രത്തിന്റെ 9 വയസ്സ് മുതലുള്ള ദാമ്പത്യത്തിന്റെ ഓരോ ഘട്ടവും ചെറിയ സൂചനകളിലൂടെ ചിട്ടയോടെ വെളിവാകുന്നു അല്ലെ പറയുന്നു. ധ്വന്യാത്മകമായ ഭാഷയിലൂടെ സൃഷ്ടിക്കുന്ന അർത്ഥാന്തര സാധ്യതകളാണ് കഥയുടെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ ഇങ്ങനെ അവരുടെ ഓർമ്മകൾ തെളിഞ്ഞും ക്രമമുള്ളതുമാണെന്നും സത്യം വായനക്കാർക്ക് ബോധ്യമുണ്ട്. ആ കെട്ടുറപ്പ് കഥയ്ക്കുള്ളിലുണ്ട്. ബാഹ്യമായി ശിഥിലമെന്ന് തോന്നുമ്പോഴും ആന്തരികമായി ദൃഢതയുള്ള ഒരു ഘടനാരീതിയാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്ക് വൃദ്ധയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരനുഭവിച്ചിരുന്ന ഒരുപാട് സംഘർഷങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അല്ലേ. അവരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുകയായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ബാഹ്യമായിട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമില്ല, വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുള്ളെന്ന് തോന്നും. പക്ഷെ എന്താണ് ശരിക്കും അവരുടെ ഉള്ളിൽ അവർക്കൊന്നും ആകാൻ പറ്റാതെ പോയതിൻ്റെയൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ തന്നെ സവിശേഷത ആഖ്യാനത്തിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആഖ്യാന സവിശേഷതയാകുന്നു എന്നത് ഓർമ്മയുടെ ജനം എന്ന കഥയുടെ ആഖ്യാനപരമായ പ്രത്യേകതയാണ് അല്ലേ. ആന്തരികമായിട്ട് ദൃഢതയുള്ള ഈ ഘടന എന്താണ്, ഉള്ളിലെന്താ അവർ ശക്തയാണ്. അപ്പം വൃദ്ധയാണെങ്കിലും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്ക് കഴിവുള്ളൊരു സ്ത്രീയായിരുന്നു. അവരുടെ കഴിവിനെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അവർ ശക്തിയായൊരു സ്ത്രീ കഥാപാത്രമായിരുന്നു. അങ്ങനെ ദൃഢതയുള്ള ഒരു മുഖ്യ കഥാപാത്രത്തിൻ്റെ തന്നെ വ്യക്തിത്വ സവിശേഷതയാണ് ഈ കഥാപാത്ര സവിശേഷത. കഥാഖ്യാനത്തിൻ്റെ ഈ ഒരു വ്യത്യസ്തമായൊരു സവിശേഷതയാണ് ഈ ആഖ്യാനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കെ ആർ മീരയുടേതായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ലാസ്റ്റ് ഓർമ്മയുടെ ഞരമ്പ് എന്ന ശീർഷകം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥ സാധ്യതകൾ അല്ലേ, ഓർമ്മയുടെ ശീർഷകം ആ തലക്കെട്ട് അതിൻ്റെ അർത്ഥം എന്താണ്, എന്തിനാണ് അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ ഈ സ്ത്രീകളുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ കൂടുതലും എഴുതിയിരുന്ന കഥാകാരികളുണ്ടായിരുന്നു. ലളിതാംബിക അന്തർജനം, കെ സരസ്വതിയമ്മ, രാജലക്ഷ്മി തുടങ്ങിയവരൊക്കെ ഒരുപാട് കഥയൊക്കെ എഴുതിയവരാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ കെ ആർ മീരയും ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോൾ ഇങ്ങനെ എഴുത്തുകാരുടെ പരമ്പര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരേ ജീവിതം, സമാന ജീവിതം സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഇവരൊക്കെ. അപ്പോൾ ഈ തലമുറകൾ മാറിയാലും പെൺജീവിത പ്രതിസന്ധികളിൽ കാര്യമായ മാറ്റമില്ല. ആണധികാരത്തിനും കുടുംബം എന്ന സ്ഥാപനത്തിന് വിധേയരായി ചുരുങ്ങിപ്പോകുന്ന പെൺജീവിതം ഏത് തലമുറയിലും ഏറെക്കുറെ ഒരുപോലെയാണ്. സ്ത്രീകളുടെ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സമാന അനുഭവങ്ങളുടെ ഈ കാണാചങ്ങലയാണ്. എല്ലാ തലമുറകളെയും സ്ത്രീകളെയും ചേർത്ത് നിർത്തുന്ന ആ ചങ്ങലയാണ് കഥയിലെ ഓർമ്മയുടെ നേരം. എന്താണ് ഓർമ്മയുടെ നേരം എന്നാ പറയുന്നത്? ഒരുപാട് എഴുത്തുകാരുടെ ഉണ്ടായിരുന്നു. ലളിതാംബിക അന്തർജനം, സരസ്വതിയമ്മ, രാജലക്ഷ്മി അവരനുഭവിച്ച അതേ ദുഃഖങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ തന്നെയാണ് പിന്നീട് വന്ന എഴുത്തുകാരിയായിട്ടുള്ള കെ ആർ മീരയ്ക്കും നേരിടേണ്ടി വന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഏതൊക്കെ തലമുറ മാറിപ്പോയാലും പെൺജീവിതം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ കാര്യമായിട്ട് മാറ്റമൊന്നും വരുന്നില്ല അല്ലേ. കഥയൊക്കെ ഒന്നൊക്കെ തന്നെയാണ്, കഥയൊന്നും മാറുന്നില്ല. എപ്പോഴും എന്താ പുരുഷാധിപത്യം, ആണധികാരം എന്ന കുടുംബം എന്ന സ്ഥാപനത്തിന് വിധേയമായി ചുരുങ്ങിപ്പോകുന്ന പെൺജീവിതം അല്ലെ, കുടുംബത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന സ്ത്രീകളുടെ ജീവിതത്തെ നമുക്ക് എല്ലാ തലമുറയിലെ കഥയിലും കാണുവാൻ സാധിക്കും. അപ്പോൾ സ്ത്രീകളുടെ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇതേ ഒരു അനുഭവമാണ് അല്ലേ. ഇപ്പം ഈ മുത്തശ്ശിക്കുണ്ടായ അനുഭവം നാളെ തനിക്കും ഉണ്ടാകാൻ ആ പെൺകുട്ടി ചിന്തിക്കുന്നുണ്ട് അല്ലേ. തനിക്കും താൻ പഠിച്ചവളാണ്, അപ്പോൾ തനിക്കും എന്തെങ്കിലും അനുഭവം ഉണ്ടാകാം. അപ്പോൾ ഭർത്താവ് കയറി വരുമ്പോൾ ഗവനിക്കാതെ ഒന്ന് മൈൻഡ് ചെയ്യാത്തതിന് പോലും പുള്ളിക്ക് ഇത് ഇഷ്ടക്കേടുണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വയം അവളെ തന്നെ തിരിച്ചറിയാനായിട്ട് ഈ വൃദ്ധയുടെ അനുഭവങ്ങളിൽ നിന്നും ഈ കൊച്ചുമകൾ തയ്യാറാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തലമുറയും സ്ത്രീകളെ ചേർത്ത് നിർത്തുന്ന, എല്ലാ സ്ത്രീകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു ചങ്ങലയായിട്ട് എന്ത് മാറുന്നു? ഓർമ്മയുടെ ഞരമ്പെന്ന കഥ മാറുന്നുണ്ട്. അപ്പോൾ കഥയിലെ മുഖ്യ കഥാപാത്രമായ വൃദ്ധയും പെൺകുട്ടിയും തമ്മിൽ എന്താണ് 3 തലമുറ കൊച്ചുമകളാണ്. 3 തലമുറ അകലമുണ്ട് അല്ലേ. കൊച്ചുമകളാണ്. വൃദ്ധ പങ്കുവെക്കുന്ന ഓർമ്മകളിലൂടെ ആണധികാരത്തിന് കീഴ്പ്പെട്ട് ചോറും കറിയും വെക്കാനും പെറാനും മാത്രമായി ചുരുങ്ങിപ്പോയ അവരുടെ ജീവിതം കഥയിലെ പെൺകുട്ടി മനസ്സിലാക്കുന്നു. പെൺജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധിയെക്കുറിച്ച് ഓർമ്മയുണ്ടാകണം എന്ന വൃദ്ധയുടെ ഓർമ്മപ്പെടുത്തൽ പെൺകുട്ടിയിൽ നടുക്കമുണ്ടാക്കുന്നു. താനും അതേ അസ്വാതന്ത്ര്യങ്ങളിലാണ് പെട്ടിരിക്കുന്നത് അവൾ സ്വയം തിരിച്ചറിയുന്നു. തലമുറകൾ മാറിയാലും മാറാതെ തുടരുന്ന പെൺജീവിത പ്രതിസന്ധിയാണ് എല്ലാ തലമുറകളിലെയും സ്ത്രീകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഓർമ്മയുടെ നേരം അല്ലേ. ആ വൃദ്ധയുടെ അനുഭവം തനിക്കും ഉണ്ടാകാം. താനും ഈ കുടുംബത്തിൽ മാത്രം ഒതുങ്ങിപ്പോകാൻ നമുക്ക് മനസ്സിലാകുന്നു. തങ്ങൾ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുക എന്നത് തന്നെ വലിയ കാര്യമാണ് അല്ലേ. പക്ഷേ പുറത്ത് കടക്കണമെന്നുള്ള ചിന്ത ആർക്കുണ്ടായത്?
വൃദ്ധയ്ക്കല്ല, അല്ലെ കൊച്ചുമകൾക്കുണ്ടായി. വൃദ്ധയുടെ അനുഭവം കേട്ടപ്പോൾ കൊച്ചുമകൾക്ക് മനസ്സിലായി ഇവിടെ വന്ന് ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിച്ചാൽ താൻ പെട്ടുപോവുകയുള്ളൂ, അല്ലേ, കുടുംബത്തിൽ മാത്രം ഒതുങ്ങി പോവുകയുള്ളൂ, ഇതിനകത്ത് നിന്ന് പുറത്തെങ്ങനെയും കടന്ന് രക്ഷപ്പെടുക മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ, സ്വയം ഒന്ന് തിരിച്ചറിയാൻ, സ്വയം തൻ്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് തെളിവാണ് അവൾ നീല കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഓർമ്മയുടെ ഞരമ്പ് തിരിയുന്നത്. അപ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന്, കണ്ണാടിയിൽ ആരെയാണ് കാണുന്നത്? കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ രൂപമാണ് കാണുന്നത്, നമ്മളെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളെന്താണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നത് കണ്ണാടിയിലൂടെയാണ്, അല്ലേ. ആ കണ്ണാടിയിലൂടെ നമ്മൾ നമ്മുടെ രൂപം തിരിച്ചറിഞ്ഞ് നമ്മുടെ കഴിവെന്താണ്, അല്ലേ, നമ്മളെ തിരിച്ചറിയുന്നതോടൊപ്പം നമ്മുടെ കഴിവേടുകളും തിരിച്ചറിഞ്ഞ് നമ്മുടെ കഴിവിനെ പുറത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മളിലേക്ക് നമ്മൾ നോക്കുമ്പോഴേ ഉള്ളൂ, അല്ലേ. അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ മാറത്തില്ല. നമ്മൾ സ്വയം മാറാൻ തയ്യാറാകുക, അല്ലേ. സ്വയം അങ്ങനെ മാറാനായിട്ട് ആര് തയ്യാറാകുന്നു? ഇവിടുത്തെ പെൺകുട്ടി തയ്യാറാകുന്നു. പക്ഷെ എങ്ങനെയാണ് തയ്യാറാകുന്നത്? തൻ്റെ മുത്തശ്ശി, ആ വൃദ്ധ പറയുന്ന അവരുടെ ജീവിതാനുഭവമാണ്. ഒരു കുടുംബത്തിൽ കഴിവുണ്ടായിട്ടും ഒതുങ്ങിക്കൂടേണ്ടി വന്ന വൃദ്ധയുടെ ജീവിതാനുഭവമാണ് കഥ കേട്ട് അവരുടെ ജീവിതാനുഭവം കേൾക്കുന്ന കൊച്ചുമകൾക്ക് സ്വയം മാറാനായിട്ടുള്ള ഒരു പ്രേരണയായി, ഒരു പ്രചോദനമായിട്ട് മാറുന്നത്. അപ്പം അങ്ങനെ സ്വയം മാറാൻ തയ്യാറാകുന്ന ഓർമ്മയുടെ, അല്ലെ, അവളെ സ്വയം തന്നെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മുടെ കഥാനായിക ഇവിടെ മാറുകയാണ്. അപ്പോൾ 8 മാർക്കിനൊക്കെ ചോദ്യം വരാം, സ്വാതന്ത്ര്യം എന്ന ആശയം ഏതെല്ലാം തലങ്ങളിലാണ് ഓർമ്മയുടെ ഞരമ്പെന്ന കഥയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരാം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കാം, അല്ലേ. പെണ്ണിൻ്റെ എഴുത്ത് ജീവിതത്തെ ഒരു പോരാട്ടമായി കാണുന്ന എഴുത്തുകാരിയാണ് KR മീര. താൻ നിലനിൽക്കുന്നതിന് അടയാളമായി തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായ അവർ എഴുത്തിനെ കാണുകയാണ്. ഓർമ്മയുടെ ഞരമ്പെന്ന കഥയിലെ മുഖ്യ കഥാപാത്രം വൃദ്ധയാണ്. അവർ തൻ്റെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യവും സൗരഭ്യവും കഥയെഴുത്താണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കുടുംബത്തിൻ്റെ യാഥാസ്ഥിക കാഴ്ചപ്പാടിൽ ബന്ധിതയായി അതിൻ്റെ നടപ്പ് ശീലങ്ങൾക്കെല്ലാം വഴങ്ങി ജീവിച്ചപ്പോഴും രഹസ്യമായി കഥ എഴുതിക്കൊണ്ട് അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. സ്വാതന്ത്ര്യം എന്ന ആശയം ഈ കഥയിൽ 3 തലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. വ്യക്തിയായിട്ടും കുടുംബിനിയായിട്ടും എഴുത്തുകാരി എന്ന തലങ്ങൾ, അല്ലേ. അവരൊരു വ്യക്തിയാണ്, ഒരു കുടുംബനാഥയാണ്, അതോടൊപ്പം എഴുത്തുകാരിയായിട്ടും വൃദ്ധ മാറുന്നുണ്ട്. അപ്പോൾ കൂട്ടുകുടുംബത്തിലെ പെണ്ണിന് ഒരു സാമൂഹ്യ ജീവി എന്ന തലത്തിൽ ഒരു സ്വാതന്ത്ര്യം ജീവിതത്തിലുമില്ല. അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ MPയുടെ ഭാര്യ ആയിരുന്നിട്ട് വൃദ്ധയുടെ ലോകം വീട്ടിനകത്ത് മാത്രം ചുരുങ്ങി പോവുകയാണ്, അല്ലേ. അവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. ചോറും കറിയും പെറ്റും കുടുംബിനിയുമായി ചുരുങ്ങിപ്പോകുന്ന പെണ്ണിൻ്റെ സ്വാതന്ത്ര്യമാണ് മറ്റൊരു ചർച്ചാ വിഷയം. സ്വന്തം മക്കൾക്ക് പേരിടാൻ പോലും അവർക്ക് സ്വാതന്ത്ര്യമില്ല. തൊഴുത്തിലെ പശുവിനും പരേതാത്മാക്കൾക്കും കിട്ടുന്ന പരിഗണന പോലും ആ വീട്ടിൽ അവർക്ക് കിട്ടുന്നില്ല. അവരുടെ ആഗ്രഹങ്ങളെല്ലാം പിന്നെയാവെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കപ്പെടുകയാണ്, അല്ലെ. കുടുംബം വിട്ട് മറ്റെങ്ങിലേക്കും പോകാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ഒരു സ്ത്രീ ആയിട്ട് നമ്മുടെ ഈ കഥാപാത്രം മാറുന്നുണ്ട്. അപ്പോൾ എഴുത്തുകാരി സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ കഥയിൽ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ പെണ്ണെഴുതിയിട്ട് കുടുംബത്തിന് എന്താ പ്രയോജനമെന്ന് ആര് ചോദിക്കുന്നുണ്ട്? ഭർത്താവിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ലേ. അമ്മായിയമ്മ ചോദിക്കുന്നുണ്ട്. മരുമകളായി വന്ന പെണ്ണിൻ്റെ എഴുത്തുമോഹങ്ങൾ മുളയിലെ അവർ നുള്ളിക്കളയുന്നുണ്ട്. പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണമെന്ന് പെൺജീവിതത്തെ അവർ പറയുമ്പോൾ എന്താണ്? അവരുടെ ദുരന്തം പൂർണ്ണമായി, അല്ലേ. ഒരു സ്ത്രീ കുടുംബത്തിലേക്ക് തളയ്ക്കപ്പെട്ടു. അപ്പോൾ കവിത എഴുതുന്ന പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവരെ വിവാഹം കഴിച്ചതെന്ന് കൂടി പരിഗണിക്കുമ്പോൾ ആ ദുരന്തത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നു, അല്ലേ. കവിത എഴുതുന്ന കണ്ടാണ് നിന്നെ വിവാഹം കഴിച്ചു, പക്ഷേ വീട്ടിൽ ചെന്നിട്ട് കഥ എഴുതാൻ പറ്റത്തില്ല, കവിത എഴുതാൻ പറ്റത്തില്ല, അല്ലേ. തൻ്റെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യവും സൗരഭ്യവും എഴുത്താണെന്ന ബോധ്യമുള്ള പെണ്ണ് യാഥാസ്ഥിതിക കുടുംബ വ്യവസ്ഥയിൽ എത്രത്തോളം ചുരുങ്ങിപ്പോകുന്നെന്നും ഈ കഥ കാണിച്ചു തരുന്നു, അല്ലേ. കഴിവുള്ള സ്ത്രീകളൊക്കെ എപ്പോഴും വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ ചുരുങ്ങി അവരിലേക്ക് തന്നെ ഒതുങ്ങി പോവുകയാണ്. അപ്പം നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇന്ന് കാണാം, ഒരുപാട് കഴിവുള്ളവരൊക്കെ അവരുടെ കഴിവുകളൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രകടിപ്പിക്കുന്ന കാഴ്ച. അപ്പം ഇങ്ങനെ ഓർമ്മയുടെ ഞരമ്പെന്ന കഥയിലൂടെ KR മീര പെണ്ണിൻ്റെ ആ ഒരു അടിമത്തത്തിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവാണ്, ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക, ആൻസർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.